എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ 47ാം മത്സരത്തിൽ ലക്നൌവിനെതിരെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് മുംബൈ ഇന്ത്യൻസിന് സമ്മാനിച്ചത് ചരിത്രപരമായ ഒരു അവിശ്വസനീയ വിജയമാണ്. എന്നാൽ മത്സരം ജയിച്ചതിനു പിന്നാലെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പൊട്ടിക്കരയുകയും രോഹിത് ശർമ്മയുടെ കാലിൽ വീഴുകയും ചെയ്തത് ക്രിക്കറ്റ് ലോകത്തെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സും മുംബൈ ഇന്ത്യൻസും നേർക്കുനേർ വന്നപ്പോൾ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുകയായിരുന്നു. ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ലക്നൌ ബാറ്റ്സ്മാൻമാർ തുടക്കം മുതൽ തന്നെ മുംബൈ ബൌളർമാർക്ക് മേൽ കടന്നാക്രമണം അഴിച്ചുവിട്ടു. ഓപ്പണർ മിച്ചൽ മാർഷ് അതിവേഗം ബാറ്റ് വീശി കേവലം 25 പന്തുകളിൽ നിന്ന് 44 റൺസ് അടിച്ചുകൂട്ടി ലക്നൌവിന് ശക്തമായ അടിത്തറ പാകി. പിന്നാലെ എത്തിയ ജോഷ് ഇംഗ്ലിസും ആക്രമണോത്സുകത കൈവിട്ടില്ല. വെറും 5 പന്തിൽ 13 റൺസാണ് അദ്ദേഹം നേടിയത്. എന്നാൽ മുംബൈയെ കാത്തിരുന്ന യഥാർത്ഥ കൊടുങ്കാറ്റ് വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. ക്രീസിലെത്തിയ നിക്കോളസ് പൂരൻ മുംബൈ ബൌളർമാരെ നിലം തൊടിച്ചില്ല. വെറും 21 പന്തിൽ 8 പടുകൂറ്റൻ സിക്സറുകളും ഒരു ബൗണ്ടറിയും ഉൾപ്പെടെ 63 റൺസാണ് പൂരൻ അടിച്ചുപറത്തിയത്. ഈ ഇന്നിംഗ്സ് മത്സരത്തിന്റെ ഗതി തന്നെ ലക്നൌവിന് അനുകൂലമായി തിരിച്ചു. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 15 റൺസെടുത്ത് വേഗം മടങ്ങിയെങ്കിലും എയ്ഡൻ മാർക്രം, ഹിമ്മത് സിംഗ് എന്നിവർ ചേർന്ന് മിഡിൽ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി ഇന്നിംഗ്സിന് സ്ഥിരത നൽകി. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസ് എന്ന ഹിമാലയൻ സ്കോറാണ് ലക്നൌ അടിച്ചുകൂട്ടിയത്. 229 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരാനിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണുണ്ടായിരുന്നത്. എന്നാൽ രോഹിത് ശർമ്മയും റയാൻ റിക്കൾട്ടണും ഓപ്പണിംഗിനായി ക്രീസിലെത്തിയ നിമിഷം മുതൽ കഥ മാറി. ലക്നൌ ബൌളർമാരെ കടന്നാക്രമിച്ച ഇരുവരും പവർപ്ലേയിൽ തന്നെ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. റിക്കൾട്ടൺ അക്ഷരാർത്ഥത്തിൽ ഒരു വിനാശകാരിയായ കൊടുങ്കാറ്റായി മാറി. വെറും 32 പന്തുകളിൽ നിന്ന് 8 കൂറ്റൻ സിക്സറുകളും 6 ബൗണ്ടറികളും സഹിതം 83 റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത്. അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടിലും പന്ത് അതിർത്തി കടക്കുമെന്ന ഭയം ലക്നൌ ബൌളർമാരുടെ മുഖത്ത് പ്രകടമായിരുന്നു. മറുഭാഗത്ത് രോഹിത് ശർമ്മ തന്റെ സ്വതതി ശൈലിയിൽ അവിശ്വസനീയമായ ക്ലാസും പക്വതയും സമന്വയിപ്പിച്ച് ഇന്നിംഗ്സ് മുന്നോട്ട് നയിച്ചു. 33 പന്തുകളിൽ നിന്ന് 5 സിക്സറുകളും 4 ബൗണ്ടറികളും അടക്കം 58 റൺസാണ് രോഹിത് അനായാസം നേടിയത്. ഇരുവരും ചേർന്നുള്ള ഈ വെടിക്കെട്ട് കൂട്ടുകെട്ട് വെറും 10 ഓവറിനുള്ളിൽ മുംബൈയെ 243 റൺസ് എന്ന വിസ്മയകരമായ നിലയിലെത്തിച്ചു. ലക്നൌ ബൌളർമാർ പൂർണ്ണമായും സമ്മർദ്ദത്തിലായി. അസാധ്യമെന്ന് കരുതിയ ലക്ഷ്യം വളരെ വേഗം മുംബൈ അനായാസം മറികടന്ന് ഉജ്ജ്വല വിജയം സ്വന്തമാക്കി. എന്നാൽ മത്സരശേഷം മുംബൈ ഇന്ത്യൻസിന്റെ ഡ്രസ്സിംഗ് റൂമിലാണ് യഥാർത്ഥ നാടകമരങ്ങേറിയത്. ഈ ഐതിഹാസികമായ വിജയത്തിനു ശേഷം ഡ്രസ്സിംഗ് റൂം സന്തോഷത്താൽ ഇളകിമറിയുകയായിരുന്നു. താരങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ചും ആർത്തുവിളിച്ചും വിജയം ആഘോഷിച്ചു. പക്ഷേ ഇതിനിടയിലാണ് എല്ലാവരെയും നിശബ്ദരാക്കിയ ആ വൈകാരിക നിമിഷം സംഭവിച്ചത്. മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അത് തോൽവിയുടെയോ സങ്കടത്തിന്റെയോ കണ്ണീരായിരുന്നില്ല, മറിച്ച് ഒരു വലിയ തിരിച്ചുവരവിന്റെ അതിയായ സന്തോഷത്തിന്റെ ആനന്ദാശ്രുവായിരുന്നു. വിജയം ഉറപ്പിച്ച നിമിഷം തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാനാവാതെ ഹാർദിക് നേരെ ചെന്നത് രോഹിത് ശർമ്മയുടെ അടുത്താണ്. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഹാർദിക് അവിടെ വെച്ച് രോഹിത് ശർമ്മയുടെ മുന്നിൽ കുനിഞ്ഞ് അദ്ദേഹത്തിന്റെ കാൽ തൊട്ടു വന്ദിച്ചു. ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകളെ ഈ കാഴ്ച ഈറനണിയിച്ചു. അതൊരു വെറും ബഹുമാന പ്രകടനമായിരുന്നില്ല, മറിച്ച് ഒരു യഥാർത്ഥ നായകനോടുള്ള അതിരറ്റ കടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു. തുടർന്ന് ഹാർദിക് പറഞ്ഞ വാക്കുകൾ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും ഹൃദയം തൊടുന്നതായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഈ സീസണിൽ ഉടനീളം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കുറവ് അനുഭവിച്ചത് ഈ മനുഷ്യന്റെ അസാന്നിധ്യമാണ്, രോഹിത് ശർമ്മയുടെ അസാന്നിധ്യം. നിങ്ങൾ ആദ്യ മത്സരം ഓർക്കുന്നുണ്ടെങ്കിൽ 200-ന് മുകളിലുള്ള ആ കൂറ്റൻ സ്കോർ ഞങ്ങൾക്ക് ചേസ് ചെയ്തു തന്നതും രോഹിത് ഭായ് ആയിരുന്നു. അദ്ദേഹം ഉള്ളപ്പോൾ ഏത് വലിയ സ്കോറും ഞങ്ങൾക്ക് നിസ്സാരമാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ അദ്ദേഹം കളിക്കുന്ന രീതി അവിശ്വസനീയമാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് നേരത്തെ ഭേദമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞങ്ങൾ പോയിന്റ് ടേബിളിൽ ഈ ഗതിയിലാവില്ലായിരുന്നു. രോഹിത് വെറുമൊരു ബാറ്റ്സ്മാൻ മാത്രമല്ലെന്നും ഒരു ഇതിഹാസ താരമാണെന്നും ഹാർദിക് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ ക്ലാസും അനുഭവസമ്പത്തും ആത്മവിശ്വാസവുമാണ് അദ്ദേഹത്തെ പ്രത്യേകതയുള്ളവനാക്കുന്നത്. മുഴുവൻ ടീമിന്റെയും കൂട്ടായ പരിശ്രമത്തെ പ്രശംസിച്ചുകൊണ്ട് ഹാർദിക് തന്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിപ്പിച്ചു: ഞങ്ങൾ ഈ ടൂർണമെന്റിൽ തോൽവി സമ്മതിക്കാൻ പോകുന്നില്ല. ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ ഞങ്ങൾ പരമാവധി പോരാടും. എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആ പോരാട്ടവീര്യം ഇപ്പോഴും ഞങ്ങളിലുണ്ട്. ഞങ്ങൾ അവസാനം വരെ പോരാടും. എന്തായാലും ടീം പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിക്കുന്ന രോഹിത് ശർമ്മ എന്തുകൊണ്ടാണ് വലിയ മത്സരങ്ങളുടെ താരമാകുന്നതെന്ന് ഈ ഇന്നിംഗ്സ് വീണ്ടും അടിവരയുറപ്പിക്കുന്നു. ക്രിക്കറ്റ് എന്നത് വെറുമൊരു കളിയല്ല, വികാരങ്ങളുടെ ഒരു വലിയ കടലാണെന്ന് ഹാർദിക്കിന്റെ കണ്ണീരും രോഹിതിനോടുള്ള ആദരവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുതിർന്ന താരങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ടീം ഒറ്റക്കെട്ടായി പോരാടുകയും ചെയ്താൽ ലോകത്തെ ഏത് വൻ സ്കോറും അനായാസം മറികടക്കാമെന്ന് മുംബൈ ഇന്ത്യൻസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്?
അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.